ശ്രീ ജോർജ് ജോസഫ്, ഇതിപ്പോൾ മന്ത്രി പോയാൽ തീരുന്നതല്ല രാജ്യത്തെ പരീക്ഷകളുടെ ഈ ഒരു ദുരവസ്ഥ. അത് മാറിയേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അവസ്ഥ നോക്കൂ. അതിൽ സ്ഥിരം ജീവനക്കാരില്ല, ഉള്ളവരൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് വലിയ തോതിൽ സംശയിക്കാം. പിന്നുള്ളത് കരാറുകാരാണ്. ആരോടാണ് അവരുടെ കൂറ്? ഇത്ര വലിയ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ അതും സംശയിക്കണം. പിന്നെ വലിയ തോതിൽ ഒഴിവും ബാക്കി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം അവിടെ നിലനിർത്തുകയാണ്. അത് പിൻവലിക്കണം, അത് അവസാനിപ്പിക്കണം. സംസ്ഥാനങ്ങൾ എത്ര മികവോടെ നടത്തിയിരുന്ന എൻട്രൻസ് പരീക്ഷകളാണ്. ഇതിനെല്ലാം ദേശീയ തലത്തിൽ ഏകോപിപ്പിക്കുമ്പോൾ അതിനേക്കാൾ മികവോടെ ദേശീയ തലത്തിൽ മാതൃകാപരമായി പോകേണ്ടതാണ്. പക്ഷേ മോദി സർക്കാരിൻ്റെ കാലത്ത് അത് തികഞ്ഞ പരാജയമാകുന്നു. തുടർച്ചയായി ആ ചോദ്യപേപ്പറുകൾ ചോരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയ്ക്കെതിരായ ഒരു വലിയ പോരാട്ടം നിൽക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് നാടൻ ഭാഷയിൽ പറയാൻ പറ്റുന്നൊരു അനുഭവം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചു, E20 ജനതാ പാർട്ടി എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായി ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന വിധത്തിലേക്ക്, രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്ന വിധത്തിലേക്ക്, അലോസരപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഒരു പ്രശ്നം, അതിൻ്റെ മുമ്പിലും ഒരു സമരമുനമ്പ് രൂപപ്പെടുകയാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം E20 ജനതാ പാർട്ടിയിലൂടെ രാജ്യത്ത് രൂപപ്പെടുമോ? ശരത്തെ, ഇവിടെ ഞാൻ ഈ സമരത്തെ കാണുന്നത് ഇപ്പോൾ CJPയുടെ ഈ സമരത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളൊരു സമരമാണ് ഇത്. അതൊരു ക്രിയേറ്റിവിറ്റി ഈ സമരത്തിൻ്റെ മൊത്തം ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ സമയത്തും വരുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനായാലും ശരത്തായാലും പാനലിലിരിക്കുന്ന ആരായാലും നമുക്ക് ഈ ജന്തർ മന്ദിറിലൊന്ന് പോകണം എന്നുള്ളൊരു ആകാംക്ഷയും ഒരു ഉത്സാഹവും നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനത് ആലോചിച്ചാണ് എങ്ങനെയെങ്കിലും ഡൽഹിയിലൊന്ന് പോയി സമരത്തിലൊന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു പോയി. ആ സമരം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്താൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ CJP മറികടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന ആപ്പുകളെ നിരോധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ആളുകൾ കൊണ്ടുവന്ന് ഭക്ഷണം വിതരണം ചെയ്യുക. നമ്മൾ ചില വീഡിയോകൾ നമ്മൾ കണ്ടു, കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ വിതരണം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഗോദി മീഡിയയെ തുറന്നു കാണിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്ര കാലം നമ്മളൊക്കെ പരിശ്രമിച്ചിട്ടും ഈ ഗോദി മീഡിയയുടെ ക്ലച്ചസിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് കുറച്ചെങ്കിലും എത്തുന്നതിനുള്ളൊരു ശ്രമം ഫലപ്രദമായിരുന്നില്ലെങ്കിൽ ഈ സമരം ഗോദി മീഡിയ ഓടിക്കുന്നൊരു ചിത്രം നമ്മൾ കണ്ടു. ഗോദി മീഡിയയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ റിപ്പോർട്ടേഴ്സോടെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്ര മനോഹരമായിട്ടാണ്. അതുപോലെ തന്നെ ഒരു രംഗം നമ്മൾ കണ്ടത് അടിക്കാൻ കേരളത്തില് ഞാൻ ഡിജിറ്റൽ മീഡിയയിൽ കണ്ട ത്രെഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു കണ്ട ഇപ്പോൾ ഗോദി മീഡിയയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഈ സമരത്തെ സഹായിച്ച് ഇപ്പോൾ നല്ല ചൂടുകാലമാണ് ദില്ലിയിൽ. ഈ ചൂടുകാലത്ത് അവിടെ നിന്ന് രാപകൽ അവർക്കൊപ്പം നിന്ന് പലതവണ പോലീസിന് മുമ്പിൽ ഈ കുട്ടികൾക്ക് വേണ്ടി വളരെ ശക്തമായി വാദിച്ച MA ബേബിയൊക്കെ വളരെ മ്ലേച്ഛമായി, വളരെ മോശമായി ആക്ഷേപിക്കും വിധത്തിലേക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കണം. അതും ഈ കേരളത്തിൽ. ഈ യാഥാർത്ഥ്യം രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, ചെറുപ്പക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്നൊന്നും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷേ എന്നിട്ടും ഈ രൂപത്തിലേക്ക് കേരളത്തിലെ ഗോദി മീഡിയയുടെ ചാൻസലറാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ളവരുടെ മാധ്യമ പ്രവർത്തകരെയും ഇതേ ജന്തർ മന്ദറിൽ, ഗോദി മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ മീഡിയ മാത്രം കാണും എന്നതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയും ഗോദി മീഡിയയുടെ കേരളത്തിലെ വക്താക്കളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ആളുകളെ ഇതുപോലെ മെല്ലെ 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 തള്ളി ഇങ്ങനെ ആ പരിസരത്ത് നിന്ന് മെല്ലെ മെല്ലെ എലിമിനേറ്റ് ചെയ്യുന്നത്, പറഞ്ഞയക്കുന്നത്, സ്വയം നടന്നു പോകുന്നത്, ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലേക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നു മലയാളി മാധ്യമ പ്രവർത്തകരെയും. ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ജോർജ് ജോസഫ്. അതെ, അതായത് ശരത്തെ, ഈ നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻ്റ് എന്ന് ഞാൻ പറയുന്നത്, ബോംബെ നഗരത്തിൽ
ഒരു മോഡൽ, ഒരു പോലീസ് ഒരു വാൻ തടയുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ ആളുകളുടെ മനസ്സിലും എങ്ങനെയാണ് ഞാൻ ഈ സമരത്തിൽ പങ്കാളിയാണ്, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ വേണ്ടേ, ഞാനിങ്ങനെ മാറിയിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് സമരത്തിൻ്റെ ക്രിയേറ്റിവിറ്റി. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളടക്കം ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഇത്തരത്തിൽ ഉള്ളൊരു സമരമുഖങ്ങൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായി ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളെടുക്കുക, അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ജാഥകൾക്ക്, റാലികൾക്ക്, അതിനെല്ലാം തന്നെ ഒരു അച്ചടക്കവും ഒരു പാട്ടുകളുടെ ഒരു അകമ്പടിയും മ്യൂസിക്കും ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു വല്ലാത്ത ഒരു മാറ്റം. അപ്പോൾ പഴയ രീതിയിൽ നിന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ട ഒരു സമര രീതികളെക്കുറിച്ച് പോലും ഈ സമരം നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പിന്നെ ശരത്ത് ചോദിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ 22 ലക്ഷം കുട്ടികളെ നേരിട്ട് ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ നീറ്റ് പരീക്ഷയുടെ. നേരത്തെ പറഞ്ഞ പോലെ പലവട്ടം ചോദ്യപേപ്പർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 കോടിയോളം ആളുകളെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താ? E20 വിഷയം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് രാജ്യത്ത് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന, പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ആയുർദൈർഘ്യത്തെ തകർക്കുന്ന, എൻജിൻ തകരാറിലാക്കുന്ന രീതിയിലൊരു സംഭവമാണെന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ഇറങ്ങിയതിന് ശേഷം തന്നെ പല വാഹനങ്ങൾക്കും അത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വരുന്നു, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ അനുബന്ധമായി നടക്കുന്ന കാര്യം എന്താ? പഞ്ചസാരയുടെ വില കുതിച്ചുയർന്നിരിക്കുന്നു. പഞ്ചസാരയുടെ വില ഇപ്പോൾ ഒരു മാർക്കറ്റിൽ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം, അതായത് നിതിൻ ഗഡ്കരിയുടെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന അവരുടെ മകനെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇതിന് ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പണം ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽ വ്യവസായികളെ വാഹനങ്ങൾ കേടുവന്ന് വീണ്ടും നമ്മൾ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ളൊരു നെക്സസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങോട്ട് തകർക്കുകയാണ്. അപ്പോൾ അത് ഈ CJPയുടെ സമരം വിജയിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കും വലിയ ഉണർവ് പകരുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ഈ എത്തനോൾ പെട്രോളിൻ്റെ പ്രശ്നം. അതിനിപ്പോൾ ഗവൺമെൻറ് വലിയ ന്യായീകരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അത് പുതിയ വാഹനങ്ങൾക്ക് അതുമായിട്ട് അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിന് എൻജിൻ അതിന് കോമ്പാറ്റബിൾ ആണ് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇതൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, ഈ 114 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോഴോ ഒന്നും 1 രൂപ പോലും കുറയ്ക്കാതിരിക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ തരാൻ പറ്റില്ല, 100% പ്യുവറായിട്ടുള്ള പെട്രോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഈ വിലയ്ക്ക് നിങ്ങൾക്ക് 20% എത്തനോൾ കലർത്തിയ പെട്രോളെ തരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തരം മായം കലർത്തൽ ഗവൺമെൻറ് തരത്തിൽ നടക്കുകയാണെന്ന് നമ്മൾ ആലോചിക്കണം. അതിപ്പോൾ ഇന്ന് അളവെടുത്ത് സോഷ്യൽ മീഡിയയിൽ പലരും കാണിക്കുമ്പോൾ 20% അല്ല, അതിൽ കൂടുതൽ കണ്ടൻറ്റ് എത്തനോളിൻ്റെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് തങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന് അല്ലെങ്കിൽ തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഇതൊരു പ്രശ്നം. അത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നു വരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഓരോ വിഷയത്തിലും ഇനി ഇത്തരത്തിലുള്ള ജനകീയ ഈ ക്രിയേറ്റീവായിട്ടുള്ള സമരമുഖങ്ങൾ തുറക്കപ്പെടും എന്നുള്ളതാണ് ഈ CJP നടത്തിയ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര എളുപ്പത്തിൽ മാറിത്തരുന്ന ഒരു ഭീകര ജീവിയൊന്നും അല്ല ഈ RSS എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്. അതിങ്ങനെ പിടിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെതിരെ നിരന്തരമായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ തൽക്കാലത്തേക്ക് അവർക്ക് ഈ മണ്ഡലം ഡിപ്യൂട്ടേഷൻ്റെ കാര്യമൊക്കെ ഒന്ന് അബ്സ്റ്റെയിൻ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരാം. കാരണം ഈ ഒരു അവസ്ഥയിൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിരന്തരമായ പോരാട്ടത്തിൻ്റെ സ്കോപ്പ്, സാഹചര്യം തുറന്നു വരുന്ന ക്രിയേറ്റിവിറ്റി ഉണർത്തിവിടുന്ന ഒരു സമരമാണ്. ആ സമരത്തിൻ്റെ വിജയം ഉജ്ജ്വലമായി തന്നെ നമ്മുടെ രാജ്യം കാണേണ്ടിയിരിക്കുന്നു. വലിയ പ്രതീക്ഷ നൽകുന്ന സമരത്തിൻ്റെ വിജയമാണ് അതിൽ നമ്മൾ കണ്ടെത്തിയത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശരി.